ബോയ്സ് ഞാൻ ഇന്നലത്തെ വ്ളോഗിൽ എന്താണ് ക്രിയേറ്റിൻ കുടിച്ചിട്ട് വെറുതെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ 12 മണിയായി. 12 മണിയായപ്പോൾ എനിക്ക് കഥയിൽ കുറച്ച് കൊട്ട് കൊട്ടുന്നു. ആ കൊട്ട് കുറച്ചുകൂടി ഞാൻ പറയുന്നുണ്ട്, കയറി വാ തുറന്നിട്ടില്ല അല്ല അടച്ചിട്ടില്ല, അത് കയറി വാ. എന്നിട്ടും ആരും കയറി വരുന്നില്ല. അപ്പോൾ കുറച്ച് സെക്കൻഡ് ഞാൻ ഇനി പ്രേതം വന്ന് കൊട്ടുവാണോ കുറച്ച് നേരമായിട്ട് പ്രേതത്തിന് ഇവിടെ ചെയ്യുന്നതുകൊണ്ട് പിന്നെ മനസ്സിലായി പ്രേതമല്ലായിരുന്നു. ഇവിടെ ട്രെയിനറും അമ്മയും അച്ഛനും കൂടി നിൽക്കുന്നത് കഥലിൻ്റെ മുമ്പിൽ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ടു GMB. അത് ഇപ്പോൾ GMB എഴുതിപ്പിച്ചത് എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ മറന്നുപോയി. അപ്പം പ്രായം കൂടി വരുന്ന എനിക്ക് എന്തുവാ തപ്പുന്ന എന്തുവാ ഇത് ചരടാ? ഓ ഇതാ മറ്റേ ജനിച്ചു കഴിഞ്ഞിട്ട് കൊച്ചിന്റെ കൈ കെട്ടത്തില്ല, അത് എൻ്റെ ഇത്. ഇപ്പൊ ഏകദേശം കുറച്ച് നല്ല നൂറ്റാണ്ടല്ല 15 പഴക്കമുണ്ട് ഇതിന്. 3.5 കിലോ ഉണ്ട് ഞാൻ. പിടി ഇപ്പൊ ഞാൻ ഏകദേശം 95 ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഞാൻ പോലും മറന്ന ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ. അമ്മ കഴിക്കുന്ന വേണ്ട, അമ്മയ്ക്ക് ഷുഗർ വേണ്ട, അച്ഛന് ഷുഗർ കൂടുതലാ, അവൻ കഴിക്കണ്ട, അവനും കൂടുതല. ഇതിപ്പോ ഞാൻ മാത്രം ഹെൽത്തി ആയതുകൊണ്ട് ഞാൻ കഴിക്കാം അല്ലേ. ചോക്ലേറ്റ് ആണ്, എനിക്ക് ചോക്ലേറ്റ് വേണ്ടായിരുന്നു, ഞാൻ ഹർത്തനാണ് കേക്ക് കിട്ടിയത്. ഇതിന്റെ സർപ്രൈസ് ഇവര് കൊടുക്കണം കേട്ടാ. ഞാനും JP കൂടെ സംസാരിച്ചിരുന്നിട്ട് ബാലുവിന്റെ ഒരു വൈകുന്നേരത്തിൽ എനിക്ക് കോള് വന്നു. ചോദിക്കുന്നു MDയുടെ ബർത്ത്ഡേ ഇന്നാണ്, നാളെയാണോ? ആ ആണടാ നാളെ. പിന്നെ ഇവൻ ഡൗട്ട് അടിച്ചില്ല 14 എന്നോട് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചു അവൾക്ക് അവര് വേറെ അമ്മ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഇവ പറയുന്നത് 14 പറഞ്ഞ് എനിക്ക് തിരക്കിയത് അപ്പോഴാ. ആണോ? ഇവരുടെ കലണ്ടറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കഴിച്ചേക്ക്. എന്നാ ജിമ്മിൽ പോകുന്നതല്ലേ എന്നാ, അല്ലെങ്കിൽ അവിടെ പ്രോട്ടീൻ പൗഡർ ഇരിക്കുന്നത് കലക്കി കഴി. അയ്യോ അത്ര ഉറക്കണ്ട, ഞാൻ കഴിച്ച് ഇനിയോ അച്ഛന് കൊടുക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. സൂപ്പർ കേക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. സൂപ്പർ കേക്ക്. സൂപ്പർ കേക്ക്. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റി ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നതാ. ആ JMB എങ്ങനെ ഉണ്ടറാ? കഴിച്ചു നോക്കാം. യൂട്യൂബ്. എടാ JMB എന്നോട് രാവിലെ ചോദിച്ചു വിളിച്ചിട്ട്, അമ്മ അണ്ണൻ അക്ഷയ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ, ആ പറ. വീട്ടില് അതെ. ഹാപ്പി എവിടെ ആരെ കൂടെ? ഹാപ്പി ബർത്ത്ഡേ. അതെ ഹാപ്പി ബർത്ത്ഡേ. എനിക്ക് മനസ്സിലായി. നിങ്ങളെവിടെ? എവിടെ? താങ്ക് യു. കേക്ക് കട ഇല്ലാഞ്ഞിട്ട് ഞാൻ കേക്ക് കട കണ്ടുപിടിച്ചറിയാണോ? ആണോ? ഈ ഗേറ്റൊക്കെ അടച്ചിടക്കുമല്ലോ, നീ അങ്ങനെ തുറന്നു വന്ന്? ഒക്കെ തുറന്ന് പ്ലാനിങ് ആണ്. വെൽ പ്ലാനിങ്. ഇന്ന് വൈകുന്നേരം തൊട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. ഇത്ര പ്ലാൻ ചെയ്യാണ്ടോ കേക്ക്? പിന്നെ ഹർത്താലിന് തുറന്നു വെച്ചിരിക്കണം. JMB കോൾ ചെയ്യുന്ന കുറെ നാളുകൾക്ക് ശേഷം അവനെ വ്ളോഗിൽ കാണാം, എന്റെ വ്ളോഗില്. ഹലോ, താങ്ക് യു. കാണുന്നില്ലല്ലോ ഒന്നും. നോക്കിയേ, പെട്രോൾ പമ്പിലൊക്കെ രാത്രി ഫുള്ളും ജോലി ചെയ്തിട്ട് ഉറക്കം കിട്ടാ കിടന്നുറങ്ങുന്നു. മുടി വളർത്താൻ പറയുമ്പോ എന്തിനാ മുടി പറ്റക്ക് വെട്ടുന്ന അറിയത്തില്ല. കേക്ക് വന്ന് കാണാവേ. JMB സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടാ. ആണോ ബോയ്സ്? എൻ്റെ അനിയൻ ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതെനിക്ക് കാണിക്കുമ്പോൾ താല്പര്യമില്ല, പക്ഷേ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. എൻ്റെ പഴയ യൂട്യൂബിന്റെ സ്റ്റാർട്ടിംഗ് ഡേയ്സിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാ. ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന എൻ്റെ അനിയന്റെ കൂടെ ഹാർഡ് കോർ സീരീസ് തുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് വേണം എനിക്ക്? 10 വർഷം മുമ്പേ യൂട്യൂബ് എന്ന കരിയർ ചൂസ് ചെയ്യുമ്പോഴും ഞാൻ പോലും വിചാരിച്ചില്ല മോനെ കൊണ്ട് നടക്കും.
As a brother, you were a തോൽവി, but as a YouTuber and a content creator, you were always a king. ഇത്രയും നാൾ കൂടെ ഉണ്ടായതിന് താങ്ക് യു. ഇനി അടുത്ത വട്ടം കാണുന്നവരെ ഹാപ്പി ബർത്ത്ഡേ ബ്രോ. ഇനീഷ്യൽ സമയങ്ങൾ കുറച്ച് ക്രിഞ്ച് ഫെസ്റ്റ് ആയിരുന്നു. ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടി വരുമല്ലോ. എന്തായാലും കൊലാബ് അടിച്ചല്ലേ, ചെയ്തേക്കാം എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ഇതൊന്നും ആൾക്കാരൊന്നും എത്താത്ത വീഡിയോസാ. ഓരോ ആൾക്കാർ എന്നെ കോൾ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. ഇത്ര റിക്വസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയല്ലോ ഒറ്റടിക്ക്. അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞിട്ട് പോയിട്ട് എപ്പോഴും ഓരോന്നായിട്ട് വരുന്നുണ്ടോ. ബോയ്സ്, അടുത്ത ദിവസമാണ്. എനിക്കറിയാം എൻ്റെ മോന്തയ്ക്കകത്ത് കുറച്ചൊക്കെ എന്തൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം എൻ്റെ മോന്തയെ ഒന്ന് കരിയിപ്പിച്ച്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് സൺസ്ക്രീനും പിന്നെ സ്റ്റെറോയിഡും മോന്തയ്ക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് നാളായിട്ട് തേച്ച് തന്നെ, പക്ഷേ എനിക്ക് സമയമില്ല. വീട്ടിനകത്ത് നിന്ന് സാധനമൊക്കെ പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. ഓൾറെഡി ഞാൻ എൻ്റെ PC യും സിസ്റ്റവും എല്ലാം വണ്ടി കയറ്റി അവിടെ കൊണ്ടുവന്ന് വെച്ച്. പക്ഷേ എനിക്ക് കുറച്ച് കട്ടിലും എൻ്റെ 6 അടിയുടെ ടേബിളും ഉണ്ട്. അതൊന്നും ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നില്ല കേട്ടോ, നമുക്ക് കണ്ടറിയാം. അപ്പോൾ അതൊക്കെ മാറ്റാൻ പോകുക. റൂമൊക്കെ ഫുള്ളും ശോകമാണ്. ട്രെയിനർ ബെഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. പുറത്ത് വെക്കണം, ഇവിടെ വെക്കണം. അപ്പം നമുക്ക് മെയിനായിട്ട് ഇഷ്യൂ വരാൻ പോകുന്നത് കട്ടിൽ ഊരിയെടുക്കണം. പിന്നെ ഈ ടേബിള് ഇവിടെ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് വളയത്തില്ല. ടേബിള് പോരുന്നതാണ് നമ്മൾ സ്ക്രൂ ഊരിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഫ്രെയിം ഫുള്ളായിട്ട് നമുക്ക് ഊരാം. ഇവിടെ ഇത്ര മണ്ണ് ഇതൊക്കെ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ AC ഊരില്ല. അതുകൊണ്ടാണ് UPS നമുക്ക് ആവശ്യമില്ല. ആക്രിക്ക് കൊടുക്കും. ഈ 2 സ്റ്റാൻഡും കൊണ്ടുപോകണം. താഴത്ത് പിടിക്കാൻ നീ വലിച്ചാൽ മതി. കുറച്ച് വെയിറ്റ് എത്ര താത്താൻ പറ്റുക ഇറക്കിയല്ല. ഇനി നമുക്കിത് ഊരാം. ഇതെടുത്തോണ്ട് പോകാം പുറത്തോട്ട്. വെയിറ്റ് ഇല്ലേ? വെയിറ്റ് നിനക്കില്ല. എന്താ പറ്റി? എവിടെ പോയതോ? അത് ഒരു സബ്സ്ക്രൈബർ വന്ന്. ആ സബ്സ്ക്രൈബറിന് കുറച്ച് പൈസ വേണമായിരുന്നു. കുറച്ചായിരുന്നേ കുഴപ്പമില്ല, പക്ഷെ കുറച്ച് ഏറെയാണ്. അത് വിട്. ഇത് എന്ന് വെച്ചാൽ നമ്മുടെ വീടിന് അവിടെ ചെറിയ വീടിന്റെ പണി നടക്കുവാണ്. പിന്നെ ഇവിടെ അഡ്വാൻസ് കൊടുക്കണം പുതിയ സ്ഥലത്തിന്റെ. അപ്പം ഇല്ല എടുക്കാൻ. അതിന് കുറച്ച് ഏറെ പൈസ വേണം. അതൊക്കെ ജപ്തി എങ്ങോട്ടൊക്കെ ആവുന്നത്. അപ്പം 4 ലക്ഷം ഉണ്ടാകില്ല. 4 ലക്ഷം രൂപ എന്റെ വീടിന്റെ കടത്തെടുത്ത ആണോ? എന്റെ കൊടുക്കാൻ തന്നെ ഇല്ല. 4 എടാ, അങ്ങനത്തെ വീഡിയോ ആൾക്കാർ ഇഷ്ടപ്പെടണമെന്നില്ല. ഇവൻ പറയുന്ന വീഡിയോ ചെയ്ത് കൊടുക്കാൻ. എടാ, ആൾക്കാർ സ്വന്തമായിട്ട് കടം വരുത്തി വെച്ചതല്ലേ. അപ്പൊ അത് നമ്മൾ എന്ത് റീസൺ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇടുക, അത് നിങ്ങളുടെ കുഴപ്പമാണെന്ന് പറയാം ആൾക്കാർ. അത് വിടിപ്പം. ഞാൻ പറഞ്ഞ എൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് നോക്കാം. 4 രൂപയല്ല, 4 രൂപ ഇല്ല. അത് 2 മാസം കഴിഞ്ഞ പൈസ ഉണ്ടെങ്കിൽ നോക്കാം. അപ്പം ഇപ്പൊ എന്താ നമുക്ക് മൂവ് ചെയ്യാം. നീ കട്ടിലൊക്കെ ഓൾറെഡി മാറ്റി ഇങ്ങോട്ട്. അവിടുത്തെ ഫാസ്റ്റ് വർക്കർ ആണല്ലേ. വാ, ബാക്കിയിട്ട് ചെയ്യാം. ടേബിൾ ഇറങ്ങുക. ഇന്ന് എന്റെ വളർത്തി കൊന്ന 3 പൂവൻകോഴി 100 പൂവൻകോഴിനെ എന്റെ പൂച്ച വടിയായി. നല്ല ദിവസമാണല്ലേ ഇന്ന്. എനിക്കാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് അലി കയറുന്നു. അവനിട്ട് 2 കൊടുക്കാൻ തോന്നുന്നു എനിക്ക്. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊക്കെ ഉണ്ട്. അവൻ പലവട്ടം നോക്കി നടത്തി 2-3 മാസമായിട്ട് അതിന്റെ പുറകെ നടന്ന് അതിനെ നോക്കി നടത്തി വലുതാക്കിയ കോഴിയാണ്. ഇപ്പൊ തോന്നി പോയിട്ട് എടാ, അച്ഛൻ രാവിലെ നടത്ത ഇറക്കിയത് അതിനെ. അത് നടന്ന് അച്ഛൻ ജസ്റ്റ് ഒന്ന് വീട്ടിനകത്തോട്ട് കയറിയപ്പോ അപ്പൊ തന്നെ റാഞ്ചിക്കൊണ്ട് പോയി. റാഞ്ചിക്കൊണ്ടല്ല, മാന്തിക്കൊണ്ട് പോയി, കടിച്ചോണ്ട് പോയി. പെണ്ണുങ്ങൾക്ക് പോലും നേരെ നടക്കാൻ വയ്യ. ഇത് ഇവിടെ കൂടി ഇറങ്ങുക. ഇത് ഇറങ്ങത്തില്ലടാ ഇവിടുന്ന്. എനിക്കറിയാം ഈ ടേബിൾ ഇവിടുന്ന് ഇറങ്ങത്തില്ല. എങ്ങോട്ടാക്കാൻ ഇറങ്ങത്തില്ല. കണ്ട അതിന്റെ വണ്ണം കൂടില്ല. നിനക്ക് തോന്നുന്നത് ഇത് ചരിഞ്ഞ് കയറുന്നല്ലേ? ഓ, എങ്ങനെ കയറ്റും? ചരിച്ചെങ്ങനെ കയറ്റും എന്ന് പറഞ്ഞ്? ഇല്ല, ഇറങ്ങത്തില്ല. ഈ കഥക് ഫുള്ളായിട്ട് ഉരുണ്ടി വരും. അപ്പൊ ചിലപ്പോ ഇറങ്ങുമായിരിക്കും. കേറില്ലടാ. എന്താ ഒടിയുന്നു? നമ്മള് ഫുൾ കഥ തന്നെ ഊരിക്കൊണ്ടിരിക്കുകയാണ്. കഴിവുണ്ടല്ലേ അപ്പൊ? പിന്നെ ആൾക്കാർ ട്രെയിനറിന് മാത്രമേ കഴിവുള്ളായിരിക്കും. അങ്ങനെ തെറ്റിദ്ധരിക്കത്തില്ല ആൾക്കാർ. ഈ ടേബിൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കട്ടനും കൂടിയുണ്ട്. ബോയ്സ്, അങ്ങനെ എല്ലാ സാധനമൊക്കെ എടുത്തോണ്ട് ഞാൻ വീട്ടിലെത്തി. വാഷിംഗ് മെഷീൻ മാത്രമേ ബാക്കിയുള്ളൂ. ഇത് നോക്കിക്കഴിഞ്ഞാൽ അതേ ബെഡൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ റൂമിനകത്തായിട്ട് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ അവിടെ AC ഫിറ്റ് ചെയ്തോണ്ടിരിക്കുകയും. അയ്യോ കാല് വേദന എടുക്കും മെറ്റലിൻ്റെ ഒക്കെ. അപ്പോൾ അതേ ഇതാണ് ഈ ഫാൻ അങ്ങനെ ഓഫ് ആവും. വോയിസ് കമാൻഡ് ഉണ്ട്, മറ്റേ റിമോട്ട് അങ്ങാണ്ട കാണുന്നില്ല. അപ്പോൾ എന്തായാലും ബോയ്സ് ടേബിളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. PC 2 മോണിറ്റർ, ബെഡ് 2 എണ്ണം. ഇതെൻ്റെ സ്ട്രീമിംഗ് ബാഗാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ല. പിന്നെ പിന്നെ നല്ലത് കാണിക്കും. 3.5-4 ലക്ഷം ഈ ബാഗ്. മറ്റേ സാധനം വേണ്ടവന്മാരിത്, ആ സാധനം അവന്മാർ ചോദിച്ച് നടന്നത്. ഞാൻ മേടിച്ചു കൊടുത്തില്ല, അത് അവന്മാരുടെ തന്നെ.
എന്തോ ഡപ്പോങ്കാനാ എന്തോ പേരുണ്ടായിരുന്നു. ബോയ്സ് ആയിട്ട് ഓജോ ബോർഡ് ഞാൻ മറ്റേ 100 ചെയ്യുന്നെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരുത്തൻ DM ചെയ്തായിരുന്നു ഇൻസ്റ്റയിൽ. അവനാണ് ഈ കാര്യത്തിലൊക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, അവന് ഇങ്ങനെ എന്തൊക്കെ ഫീൽ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ മെസ്സേജ് അയച്ചു. കുറച്ചേറെ മെസ്സേജ് ഉണ്ട്. ഇതെല്ലാം വോയിസ് മെസ്സേജ് അവനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഇവനാണെങ്കിൽ ഇവൻ ക്ലെൻസിങ് ഒക്കെ ചെയ്യണമെന്ന് ഓജോ ബോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കേട്ട് നോക്കി. ട്രംബോർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒരു ചേട്ടൻ ആക്ച്വലി US-ലാണ്. പുള്ളി വന്നപ്പോൾ ട്രംബോർഡ് കൊണ്ടുവന്നു. പുള്ളി അവിടെ ഇത് സംഭവമൊക്കെ ചെയ്യാറുണ്ട്. സോ പുള്ളി നമ്മൾ ട്രംബോർഡ് കൊണ്ടുപോകും. ട്രംബോർഡ് നമ്മൾ മോണക്കാട് പോയി ചെയ്യുക. അപ്പോൾ ട്രംബോർഡ് നമുക്ക് കുറേ സിഗ്നൽസ് കിട്ടി. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളത് വാട്സപ്പുകൾ നിങ്ങളിപ്പോൾ കാണിച്ചത് അവിടെയൊക്കെ നമുക്ക് കുറേ സിഗ്നൽസ് കിട്ടിയെന്നും പിന്നെ ഓജോ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഇതുണ്ട് പ്രശ്നമാവും. അത് നമുക്കപ്പോൾ അറിയത്തില്ല. പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഫ്രീക്വന്റ് ഡിസീസൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്. കളിക്കുന്നത്. അപ്പോൾ ഇവൻ ഇതൊക്കെ പറയുന്നുണ്ട്. ഇവനെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. പക്ഷെ വണ്ടിക്കകത്ത് ഓൾറെഡി 5 പേരെ തികയത്തുള്ളൂ. അതിൻ്റെ പൊക്കത്തിന് ആറാധന എവിടെ തള്ളിക്കയറ്റാണ്. പിന്നെ അവിടെ ഓൾറെഡി 50,000 പൊക്കത്തോട്ട് ചിലവ് പോകുന്നു ഈ വീഡിയോ. അത് ആ ഹോട്ടൽ 5 സ്റ്റാർ ആയ വേണ്ടി അക്കോമഡേഷൻ തന്നെ 30,000, ട്രാവലിന് എക്സ്ട്രാ, ഫുഡൊന്നും ഇൻക്ലൂഡ് പോലും ചെയ്തിട്ടില്ല. ഇതും പക്ഷേ പ്രയത്നമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള പയ്യനാണ്. നിങ്ങൾ കമൻറ്റിൽ പറയാം എങ്ങനെ കൊണ്ടുപോകാൻ, എവിടെ തലയുടെ ഒക്കെ തീർത്തി കിട്ടുക. ബോയ്സ്, നമുക്ക് നമ്മുടെ ഗോസ്റ്റ് ഹണ്ടിങ് എക്യുപ്മെന്റ്സ് വന്ന് അത് അവൻ ട്രെയിലർ തുറന്നുകൊണ്ടിരിക്കുന്നു. അവൻ്റെ കഴിച്ചുകൊണ്ട് അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുവാണത്? ഓജോ ബോർഡും പിന്നെ ഓജോ ബോർഡും മറ്റേ EMSന്റെ സാധനവും കൂടിയാണ്. EMF ഇവിടെ പ്രേതം ഉണ്ടോ നോക്കണം. ഇത് ഓണാക്കിയിട്ട് ഇവിടെ ഞെക്കി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് മോനെ പ്രേതമുണ്ട്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. അവിടെ ചെല്ലുമ്പോ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മകനെ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. തിരിച്ചു വന്ന് ഇത്രേ ഉള്ള കാണിച്ചാ. ഇതെങ്ങനെ കളിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഇത് റിസർച്ച് നമുക്ക് ചെയ്യാം. ഓജോ ബോർഡ് എങ്ങനെ അറിയത്തില്ല. ഇതെങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കട്ടെ. ഇതിന് ബാറ്ററി ഒന്നുമില്ല. ഇതിങ്ങനെ കത്തി നിൽക്കും. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ടെങ്കിൽ ഇത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചുമരിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ ഇപ്പം അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഈ റൂമിനകത്തൊന്നും ഫീൽ ആവുന്നില്ല. ഉണ്ടോ? ഇവിടെ ഒന്നും വരുന്നില്ലല്ലേ. ഇത് സാധനം വർക്കിംഗ് ആണോ കറക്റ്റ് ആണെന്നൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് അറിയത്തുള്ളൂ. അത് നടുക്ക് വെക്കിയപ്പോൾ പോണേ അത് നെക്കുമ്പോഴാണ്. അത് നെക്കുമ്പോ ജസ്റ്റ് ഫ്ലിക്കർ ആവുന്നത്. അതിപ്പോ നെക്കുന്നതുകൊണ്ട് ഫ്ലിക്കർ ആവുന്നേ ബോയ്സ്. അത് തന്നെ ആകണം. കാരണം ഇതിപ്പോ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നെക്കുന്നതുകൊണ്ട് മാത്രം എന്താ ഇവിടെ നിന്ന് കയറി വരുന്നത്. ഓണായി വരും, ഓഫായി ഓണായി വരുന്നതുകൊണ്ടാണ്. ഇതെങ്ങനെ കളിക്കുന്നത് എനിക്ക് വലിയ ഉറപ്പില്ല. അത് നമുക്ക് തപ്പേണ്ടി വരും. പാതിരാത്രി ഉറക്കത്തിൽ ഒരു പ്രേതബാധ ഉള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞ് ആ സ്ഥലത്ത് പോയി നമ്മൾ കളിക്കും കേട്ടോ. ഇവനിങ്ങനെ കിടന്നാൽ മതി, പ്രേതം വന്ന് പ്ലക്കിക്കോളും. എന്തല്ലെന്ന് ഈ ചെറിയ ബോർഡാണെന്ന് പറഞ്ഞ എന്താ അതിന് വലിയ എക്സാം എഴുതണം അതിന്റെ പക്കത്ത്. പിന്നെ മണ്ട ഇത് കറങ്ങി കളിക്കണ്ടേ. എങ്ങനെയാണ് നടത്തി? അല്ല ഇതെങ്ങനെയാ വെക്കുന്നത്? എങ്ങനെ റിട്ടേൺ ആക്കാൻ എന്ത്? ഈ ഫുള്ളും കീറി വെച്ചിട്ട് റിട്ടേൺ ആകാം. ഇവനേതാണ്ട് മൂവി കാണിക്കുക അപരിചിതൻ അതെങ്ങനെ കളിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അത് വലുത് വേണമെന്നും ഇല്ലടാ. വലുതിലേ പ്രേതം വരത്തുള്ളൂ. ചെറുതാണ് വരത്തില്ലേ? അപരിചിതം കാണിച്ചോണ്ടിരിക്കുക. ഓജോ ബോർഡ് എങ്ങനെ കളിക്കേണ്ടതെന്ന് ഞാൻ നോക്കി ഏകദേശം. ഗുഡ് സ്പിരിറ്റ്സ് പ്ലീസ് കം എന്നാണോ അല്ലെ ഓജ പ്ലീസ് കം എന്നാണ്. അത് തുടക്കത്തെ മാത്രമല്ല, ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ ഈ സാധനം വർക്ക് ചെയ്യും കേട്ടോ. ഇത് ഫോണിന്റെ പൊക്കത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ പിടിച്ച് ഈ ഫോണിന്റെ പൊക്കത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കത്തും. പൊക്കത്തോട്ട് വെച്ചതിന്റെ ഇപ്പൊ കത്തും. അത് ഫോണിന്റെ മാഗ്നറ്റിക് ഫീൽഡ് വലിക്കാറുണ്ട്. ഈ ഫോൺ എടുത്ത് വെപ്പിച്ചാലോ ഇപ്പൊ കത്തിയായിരുന്നു. എനിക്ക് ഇവിടെ ഞാൻ വെച്ചപ്പോ കത്തിയായിരുന്നു. എനിക്ക് ഈ ഫോണിനടുത്ത് നിന്റെ ഫോണിൽ വെച്ച് കണ്ട അത് കത്തുന്ന കണ്ട. നിന്റെ ഫോണിന്റെ പൊക്കത്തെ ഭാഗത്ത് കാണാം. നിന്റെ ഫോണിന്റെ അവിടെ കത്തിലുണ്ട്. പൊക്കത്തോട്ട് ക്യാമറയുടെ പുറകെ വെച്ച് കണ്ടത് അവന്റെ അവിടെ കത്തുന്ന കണ്ട. ഫോണിനകത്തുനിന്നുണ്ട് കേട്ടോ. അത് വർക്ക് ചെയ്യും സാധനം. അത് മാറ്റിയാൽ കത്തത്തില്ല. കണ്ട അത് അടുത്ത് വെക്കണം. അപ്പൊ ഫോൺ വെച്ചൊക്കെ ഇത് ട്രിഗർ ചെയ്യണമെങ്കിൽ ഇത്ര അടുത്തിരിക്കണം ഫോൺ. അതല്ല ഞാൻ ഏത് റൂമിൽ പോയാലും ഗ്രീനൊക്കെ തന്നെ. വേറെ അതല്ല ഒന്നുമില്ല. അപ്പം ഇത് വെറുതെ മിന്നേണ്ട ഒരു ചാൻസും ഇല്ല. വർക്കിംഗ് ആണെന്ന് എനിക്കിപ്പോൾ ഉറപ്പാണ് ചെയ്ത് വെച്ചത്. വീട്ടിനകത്ത് ഒരു സ്ഥലത്തും ആവുന്നില്ല. ഫോണിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മാത്രമേ ആവുന്നുള്ളൂ. അതാണ് ഇപ്പം എനിക്ക് ക്ലിയർ ആയത്. ഇതെല്ലാം നമുക്ക് ഓഫ് ബോയ്സ്. അപ്പോൾ നമ്മൾ ഫൈനൽ ട്രിപ്പ് എടുക്കുകയാണ്. ഇത്രയും സാധനങ്ങൾ
അവിടെ എങ്ങനെ കയറിയെന്ന് ചോദിച്ചാൽ ദൈവത്തിന് അറിയാം. പക്ഷേ ഇനി ഇതേ വാഷിംഗ് മെഷീനും ബാക്കിയുള്ള സാധനങ്ങളും കൂടി എല്ലാം ആയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു വണ്ടി കൂടി പോയായിരുന്നു, അത് അവിടെ പ്ലാൻസ് ഒക്കെ നമ്മൾ കൊണ്ടുപോയി. അതിന് മുമ്പേ നമ്മൾ രാവിലെ കൊണ്ടുപോയി. അതിന് മുമ്പേ 2 വണ്ടി നേരത്തെ പോയായിരുന്നു വീട്ടിൽ. 5 പ്രാവശ്യം വണ്ടി പോയിട്ടുണ്ട്. എന്നാലും ബാക്കിയില്ലെന്ന് തോന്നുന്നു. ഞാൻ ആ ലെൻസ് മേടിച്ചത് എന്താണ് 4 മാസം മുമ്പേ, അത് ഇപ്പം എനിക്ക് കൈ കിട്ടി. അത് മേടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാതായിട്ട് പിന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പം കിട്ടി. ഇത് വെക്കാനുള്ള ചെറിയ ബോക്സിലാണ് മേടിക്കേണ്ടത്. ബോയ്സ് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ വീട് വളരെ ചെറുതാണെന്ന് പറഞ്ഞാൽ പോലും ഇവിടുത്തെ എക്യുപ്മെന്റ് കൊടുക്കത്ത് ഹൈ ആണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പം. ബോയ്സ്, അപ്പോൾ നമുക്ക് അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം. അടുക്കളയിൽ ചെറിയ അടുക്കള എന്ന് പറഞ്ഞാൽ പോലും ഇത് ഞാൻ മേടിച്ച സംഭവമാണ്. അത് ഫ്രീ കിട്ടിയതാണ്. കിഡിലൻ മിക്സി, ജ്യൂസും ഷേക്കൊക്കെ കിഡിലും പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാണ്, പിന്നെ ബാക്കിയുള്ളതൊക്കെ നോർമലാണ്. പക്ഷേ ഫ്രിഡ്ജ് നോർമൽ, അത് വിടുള്ളൂ. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ മേടിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞതല്ലേ. ഇതിനിപ്പോൾ ഡോക്കിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഇങ്ങനെ ഊരാം. ചെറിയ വീടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. കണ്ട, പെട്ടെന്ന് അങ്ങോട്ട് ക്ലീൻ ചെയ്യുക, കുറച്ച് അങ്ങോട്ട് ക്ലീൻ ചെയ്യുക, പിന്നെ അങ്ങോട്ട് നേരെ ചാർജിന് കുത്തിയിടാം. കയറി എന്നിട്ട് അവിടെ തന്നെ ചാർജ് ആയിക്കോളുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ബോയ്സ്, അതാണ് നമ്മുടെ രണ്ടാമത് മേടിച്ച പുതിയ AC. കിഡിലൻ AC. അതിനെ നേരത്തെ മേടിച്ച LG-നെക്കാട്ടിലും കിഡിലൻ. 24 ഇട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ എത്ര തണുപ്പിടിക്കുന്നറിയാം. സൂപ്പർ. പിന്നെ നമ്മുടെ എനിക്കിഷ്ടമുള്ള വാഷിംഗ് മെഷീൻ. ഇത് ഫ്രണ്ട് ലോഡ് കിഡിലൻ വാഷിംഗ് മെഷീനാണ്. ഇതുവരെ എനിക്ക് കംപ്ലയിൻസ് ഒന്നുമില്ല. അതും കിഡിലാണ്, ഹിറ്റാച്ചി. പിന്നെ നമ്മൾ ഇങ്ങോട്ട് മാറുകയാണെങ്കിൽ ഈ ഫാനൊക്കെ ഞാൻ കാണിച്ചില്ലേ, റിമോട്ട് ഫാൻ. ആ ടേപ്പ് റെക്കോർഡർ എന്ന് പറയുന്നത് 25-30 വർഷം പഴക്കൊണ്ട് അച്ഛൻ ആർമി കയറി ഇപ്പോൾ മേടിച്ചതാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ എൻ്റെ സിസ്റ്റമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും കണക്ട് ചെയ്തിട്ടില്ല, അപ്പോൾ ഓൺ ആകത്തില്ല. ഇവിടെയും AC ഉണ്ട്. ഇത് കൊള്ളത്തില്ല AC, പവർ കുറവാണ്. എന്നാലും ഈ റൂമിന് ധാരാളം. ഒടുക്കത്തെ ചെറിയ റൂം. ഈ ചെറിയ റൂമിന് ഓർക്കില്ല. ഇത്ര റൂമുള്ള 1.5 ടണ്ണാണ് ഈ AC. പിന്നെ ആ സെയിം സംഭവം എന്താണ്, ഫാൻ, റിമോട്ട്. പിന്നെ ഇത് ഞാൻ വല്ലായിട്ടൊന്ന് യൂസ് ചെയ്ത് പക്ഷെ എനിക്ക് ആവശ്യമില്ല. ഇത് എയർ പ്യൂരിഫയർ. ഡൽഹിയിലൊക്കെ ആൾക്കാർക്ക് ആവശ്യം വേണം, പക്ഷെ നമുക്ക് അങ്ങനെ വലിയ ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഫിൽറ്റർ പോലും ഞാൻ മാറിയിട്ടില്ല. മാറേണ്ട ആവശ്യം വന്നില്ല. അതാണ് നെറ്റ്. ഉണ്ട്, ഇത് ഞാൻ എടുത്ത് കാണിക്കാം. നോക്കിയേ, ഫിൽറ്ററൊന്നും വലിയ പൊടിയൊന്നുമില്ല, ചെറുതായിട്ട്. വലിയതായിട്ട് നമുക്ക് ഇതൊക്കെ നോർത്ത് ഇന്ത്യ കാണണം പോലെ ഇതിൻ്റെ പൊടി. അപ്പോൾ ഇത് വിട്ടിരിക്കട്ടെ, അതൊന്ന്. പിന്നെ അതെ, നമ്മുടെ ഏറ്റവും മെയിൻ സ്ട്രീമിങ്ങിന് വേണ്ടി മേടിച്ചത്. അപ്പോൾ മുംബൈ പോയിട്ട് ഓൾ ഇന്ത്യയൊക്കെ ഫുൾ സ്ട്രീമായിരിക്കും. സ്ട്രീം ചെയ്യാൻ വേണ്ടിയുള്ള വളരെ എക്സ്ട്രാ ബാഗ് ചോദിക്കരുത്. പിന്നെ അതായത് ഞാൻ കിടക്കുന്നത് 3 ബെഡിലാണ്. നമുക്ക് 4 കട്ടിലുണ്ടാകും. അപ്പോൾ 2 കട്ടിലേ ഇപ്പോൾ ഇവിടെ വെക്കുന്നുള്ളൂ. അപ്പോൾ 3 ബെഡ് ഞാൻ എൻ്റെ അതിലോട്ട് വെച്ച്. പിന്നെ ഇത് ക്യാമറ അതൊക്കെയാണ്. എന്തായാലും ഈ റൂമിൽ തണുപ്പ് പറയണ്ട. അപ്പോൾ പിന്നെ വേറെ സംഭവം എന്ന് പറയുന്നത്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ഞാൻ എന്താ കാണിക്കുന്നത്, മസിൽ ബേസ് സ്പോൺസർ പോലും അല്ലേ. ഇത് മസിൽ ബേസ് അല്ലെങ്കിൽ ഏതെങ്കിലും മോനെ, ഞാനൊക്കെ പക്ക നാച്ചുറലാണ്. ബാക്കിയുള്ള ബോഡി ബിൽഡേഴ്സൊക്കെ എനിക്ക് ഡൗട്ടില്ല, നിങ്ങളെ പറ്റിക്കായിരിക്കും. ഞാനിപ്പോൾ വലുതായിട്ടൊന്നും ജിമ്മിൽ പോയില്ല. ഇപ്പം എൻ്റെ ബോഡി തന്നു, അതാണ്. അപ്പോൾ ഞാൻ ഹൈലി നാച്ചുറൽ. അപ്പോൾ എന്തായാലും ബോയ്സ്, ഇവിടെ 2 ട്യൂബ്ലൈറ്റില്ലായിരുന്നു. ഇവിടെ 2 വെളിച്ചമുണ്ടല്ലോ. എല്ലാ റൂമിലും 2 ട്യൂബ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്. കണ്ടാ, വെളിച്ചം കൂട്ടി. 2 അല്ല 3 ഉണ്ട് ഇവിടെ ബൾബൊക്കെ. അപ്പോൾ എന്തായാലും ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ആപ്പിൾ. I'll see you guys next time. Take care. പീസ്. പുറത്തിപ്പോഴും സാധനം ഇരിപ്പുണ്ട് കേട്ടോ. അതെ, റെഡി ആയിട്ടില്ല. ഈ കട്ടിലൊക്കെ സൈഡിലോട്ട് മാറ്റി വെക്കണം. 2 കോഴി മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ട് ബാക്കി എത്ര മെനക്കെട്ട് വലുതായി വന്ന പൂവൻ കോഴികളാണ്. അമ്മേനെ വളർത്തി നോക്കിയതാ, ഇപ്പോൾ ഒന്നുമില്ല. ഇത്ര ഇന്നത്തേക്ക് ഒരു കാര്യം കൂടി, ഈ സാധനം 10,000 രൂപയുടെ കോയിൻസ് ഒരിക്കൽ നടക്കണം. എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്.